ആയിട്ട് പഠിച്ചു. അതിൻ്റെ ഗുണം വന്നത് അടുത്ത കൊല്ലം ഈ സ്കൂൾ ഫൈനൽ പരീക്ഷ പാസ്സായിട്ട് യൂണിവേഴ്സിറ്റി, അന്ന് ആർട്സ് കോളേജാണ്, അഡ്മിഷന് വന്നേ അദ്ദേഹം ഒന്ന് ചോദിച്ച സെക്കൻഡ് ലാംഗ്വേജായിട്ട് സംസ്കൃതമായിരുന്നു. ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ബോർഡിൽ മലയാളത്തിൽ PhD എടുക്കാൻ അന്ന് ലണ്ടനിൽ പോയി വന്ന ഡോക്ടർ ഗോദവർമ്മയും പാർട്ടിയൊക്കെയാണ് ഇരിപ്പ്. അവർക്ക് തീരെ രസിച്ചില്ല. ഏതോ ഒരു കുഗ്രാമത്തിൽ വന്ന പയ്യൻ എന്തേ ഇങ്ങനെ സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജായിട്ട് ചോദിക്കുന്നു. എന്നിട്ട് ചോദിച്ചു, വല്ലതും സംസ്കൃതം അറിയാമോ എന്ന്. ഉത്തരം വളരെ പതുക്കെ കുറച്ച് കാവ്യനാടകങ്ങൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പഠിപ്പിച്ചത് അഴകത്ത് പത്മനാഭക്കുറുപ്പും ON വേലുക്കുറുപ്പും തുടങ്ങിയ മഹാപ്രതിഭകളാണെന്നുള്ള കാര്യമൊന്നും മിണ്ടാൻ പോയില്ല. ഇവർ ശാകുന്തളത്തിലെ ഏതോ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് അർത്ഥം അറിയാമോ എന്ന് ചോദിച്ചു. അർത്ഥം തന്നെ ഗോദവർമ്മ എന്നെ ചോദിച്ചു, ഇയാളിത് എവിടുന്നാണ് പഠിച്ചത്? അപ്പോൾ ഞാൻ തരിച്ചു പഠിച്ചതാണ്. ഒരു കാര്യം ചെയ്യുക, സംസ്കൃതം തരാമെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തു. സംസ്കൃതമാണ് സെക്കൻഡ് ലാംഗ്വേജ്. ഈ സംസ്കൃതം ക്ലാസ്സിൽ ചെന്ന ആദ്യത്തെ ദിവസം തന്നെ ആ പാവം പിടിച്ച സാർ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ, നിന്നെ പഠിപ്പിക്കാനുള്ള വൈഭവമൊന്നും എനിക്കില്ല. നീ പോയി എവിടെയെങ്കിലും ചെന്ന് സ്വയം കാവ്യം പഠിച്ചോ, അത് തന്നെ ധാരാളം മതിയെന്ന്. സർപ്രൈസിംഗ്ലി ഈ ഇന്നത്തെ സാമ്പത്തിക രീതിയൊക്കെ അന്നത്തേലേക്ക് വച്ച് കെട്ടാൻ പോയി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഈ സോക്കോൾ അന്നത്തെ സമ്പന്ന കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കാർഷിക കുടുംബങ്ങളാണ്. ആ കാർഷിക കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് ആ കുട്ടിക്ക് ഒരു നിശ്ചയം, അച്ഛനെയും അമ്മയും ഇനി ശല്യപ്പെടുത്തുണ്ടാകും. ഒരു വഴിയേ ഉള്ളൂ, എഴുതാനറിയാം. ഒരു 1-2 കൊണ്ടൊരു പുസ്തകം എഴുതി, ഒരു നോവൽ. വിശ്വസിക്കുകയല്ല, പക്ഷെ സത്യമാണ്. വിദ്യാവിലാസം പബ്ലിഷ് ചെയ്യുന്ന പരിപാടിയൊന്നും അന്ന് അറിഞ്ഞുകൂടാ. അന്ന് പബ്ലിഷേഴ്സൊന്നും വലിയ കാര്യമായിട്ടില്ല. ആകപ്പാടെയുള്ള 2-3 എണ്ണം BV ബുക്ക് ഡിപ്പോ, ബുക്ക് ഡിപ്പോ ഇമാതിരിയുള്ള 2-3 എണ്ണേ ഉള്ളൂ. അതിൽ ഈ VV ബുക്ക് ഡിപ്പോ ആണ് ആദ്യം തിരഞ്ഞെടുത്തത്. ഈ VV ബുക്ക് ഡിപ്പോ എനിക്കും അസലായിട്ട് അറിയാം. 1950s ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ട്. അതായത് ചാലയിൽ ഒരു ചെറിയ മുറി, കഷ്ടിച്ചൊരു 8 അടി 10 അടി വീതിയുള്ള അതിദീർഘമായ പിറന്നോട്ട് കിടക്കുന്ന വലിയ ഇതിൽ താഴെ മെത്തപ്പായിട്ട്, അതിൻ്റെ അടിയിൽ മെത്തയിട്ട്, അതിൻ്റെ പുറത്ത് പുൽപ്പായും ഇട്ട്, അതിൽ കാൽപ്പെട്ടി പോലുള്ള സാധനത്തിൽ അതിൻ്റെ മുന്നിലിരിക്കുന്ന ഗോവിന്ദപിള്ളയാണ് അതിൻ്റെ ഉടമ, പബ്ലിഷർ എല്ലാം. നിസ്സാരമായിട്ട് കാണണ്ട. അദ്ദേഹമാണ് R. നാരായണ പണിക്കരുടെ ഭാഷാ സാഹിത്യം മുഴുവനും പബ്ലിഷ് ചെയ്തത്. കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കിയിരുന്നേ, അച്ഛനെ അവസാന കാലത്ത് കണ്ടവർക്കൊന്നും അദ്ദേഹത്തിൻ്റെ ആ ശരീരപ്രകൃതി മനസ്സിലാകില്ല. ഇന്ന് വിശ്വസിക്കാൻ ചില പാടാണ്. 6 അടി 1 ഇഞ്ചുണ്ടായി. അതിനും വേണ്ടിയ നല്ല അസൽ തടിയുണ്ടായിരുന്നു. അവസാന കാലത്ത് കണ്ടവരെല്ലാം അങ്ങനെ പറ്റില്ല. ഇപ്പോൾ എന്നെ കണ്ടാൽ തന്നെ എനിക്ക് അടുത്ത ദിവസം ഏതോ ഒരു കാര്യത്തിന് ഞാൻ പൊക്കം നോക്കി തന്നെ പണ്ടത്തിനേക്കാൾ ഒരു 3.5-4 ഇഞ്ച് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ സുന്ദരമായ സത്യം പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം അതിനേക്കാളും അങ്ങ് ചുങ്ങിപ്പോയി. നല്ല പൊക്കമുള്ളൊരു കുട്ടി അടുത്ത് വന്ന് ഇയാൾ ഇത് പുസ്തകം വാങ്ങിച്ചു വിട്ട്, അദ്ദേഹത്തെ അറിയാം, നല്ല ഒട്ടും പൊക്കമില്ലാത്ത, നല്ല കറുത്ത, മുഖത്ത് മസൂരിക്കുത്തുള്ള, വല്ലാത്ത ഹൃദയസമ്പന്നതയുള്ള വളരെ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ ആ പുസ്തകം ഇതാ നോക്കട്ടെ, എന്നിട്ട് നീ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് വാ, അപ്പം നോക്കാം. 2-3 ആഴ്ച കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞെന്നെ അടുത്ത് തന്നെ പിടിച്ചങ്ങ് ഇരുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതാ കുറച്ച് രൂപ, എനിക്ക് എത്രയാണെന്നത് ഓർമ്മയില്ല,
100 ആകാൻ അന്ന് ന്യായം പോരാ. 1930s 100 വെച്ചാൽ ഇന്നത്തെ ലക്ഷങ്ങളുടെ ഇന്നത്തെ 10,000-ങ്ങളുടെയെങ്കിലും വില കാണുമല്ലോ, അതിനേക്കാളും കൂടുതൽ കാണുമായിരിക്കും ഇല്ലേ? ആ, അതും കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞെ ഒരു കാര്യം ചെയ്യുക, ഇനി എഴുതുന്ന മുഴുവനും എൻ്റെ മാത്രമേ കൊണ്ട് തരാവൂ, ഇത് പിടിക്കാം, എന്നിട്ട് നീ ഈ കടലാസിലൊക്കെ ഒന്ന് ഒപ്പിട്ടു. അംബാദേവി ഇറങ്ങുന്നു. ഇറങ്ങിക്കഴിഞ്ഞെന്നെ അതിനെ പ്രശംസിച്ചത് അന്നത്തെ മലയാളം പ്രൊഫസറായിരുന്ന CNA രാമയ്യ ശാസ്ത്രി. കേട്ടിരിക്കുമെന്നറിയാല, യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം പ്രൊഫസറുമായിരുന്നു. അദ്ദേഹവും ഗോദവർമ്മയും പാർട്ടിയെ കൂടെയായിരുന്നു. വിശ്വസിക്കാൻ ശകലം പാട്. സ്വന്തം പുസ്തകം പഠിച്ച 2 പേരെ മലയാളത്തിലുള്ളൂ എന്നാണ് അറിവ്. ഒന്ന് ചങ്ങമ്പുഴയും ഒന്ന് അച്ഛനും. അദ്ദേഹം പഠിച്ചു. ഇതും കഴിഞ്ഞ് ഇത് തിരക്കേട്ടില്ലാത്ത പരിപാടിയാണല്ലോ എന്ന് അപ്പോൾ ഗോവിന്ദപിള്ള പറഞ്ഞു, ഇനിയുണ്ട് ഉടനെ കൊണ്ടുവന്നു. ഉടനെ തന്നെ ചേട്ടൻ ചീന്തിക്കളഞ്ഞ ആ കവിത ഓർമ്മയിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് പകർത്തി കൊണ്ടു കൊടുക്കുന്നു. പേര് ശ്മശാന ദീപം. ആദ്യം എഴുതിയത് ആ കവിതയാണെങ്കിലും ബേസിക്കലി ഹി വാസ് എ പോയറ്റ്, ഫസ്റ്റ് ക്ലാസ് പോയറ്റ്. ഇത് എഴുതി കൊണ്ട് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, എപ്പോൾ ഇത്രയും എളുപ്പത്തിൽ എങ്ങനെ എഴുതിയെന്ന്. ഇത് പണ്ടേ ഞാൻ എഴുതിയതാണ്, ഓർമ്മയിൽ നിന്ന് പകർത്തിയതാണെന്ന്. ഈ ഐഡൻറ്റിക് മെമ്മറിയെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഈ 2 പുസ്തകങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞെന്നെ അന്ന് താല്പര്യം ഇംഗ്ലീഷിനോടായിരുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് അന്ന്, കേരള യൂണിവേഴ്സിറ്റിയും ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയും ഒന്നും വരാത്ത കാലം. ചെന്ന് MA ഇംഗ്ലീഷ് എടുത്തു. അന്ന് ഈ MA ഇംഗ്ലീഷ് എടുത്ത ഒരാൾക്ക് ബാക്കി പൗരസ്ത്യ ഭാഷകളോടും മഹാപുച്ഛമാണ്. അത് വിശ്വസിക്കാൻ തരം പാടാണ്, പക്ഷെ സത്യമായിരുന്നു. അപ്പോഴാണ് ചെന്ന് സംസ്കൃതം എടുക്കുന്നത്. അച്ഛനാകപ്പാടെ ഒരൊറ്റയാളെ മാത്രമേ മെൻറ്റർ എന്ന് കണക്കാക്കിയിട്ടുള്ളൂ. അത് ഉള്ളൂർ പരമേശ്വരയ്യരാണ്. 22 വയസ്സ് 22 വയസ്സായ ആ കുട്ടിക്ക് ഉള്ളൂർ അടുത്തു. അതായത് ഇവർക്കെല്ലാം കൂടി അന്ന് ഒരു 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 എന്താണ് ഒരു ഒത്തുകൂടാൻ സഭയുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ആ ചെന്തിട്ട ഭാഗത്തെങ്ങാണ്ടുമാണത്. B. പത്മനാഭപിള്ള എന്നൊരാളായിരുന്നു എൻ്റെ സെക്രട്ടറി. പ്രസിഡൻ്റായിട്ട് പലരും വന്നു, ഗോദവർമ്മയടക്കം. ഉള്ളൂരായിരുന്നു എൻ്റെ മെയിൻ ആൾ. അതിൽ ചെന്ന് ഇതേ ഒരു പെട്ടറിനെ ഉള്ളൂരടുത്ത് വിളിച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ കുഞ്ഞെ, ഇയാൾ എന്ന് MA മലയാളം കൂടെ അങ്ങ് എടുക്കുക. അങ്ങനെ MA മലയാളം എടുത്തത് അവസാനമാണ്. അതായത് 1ാമത്തെ ഇംഗ്ലീഷ്, 2ാമത്തെ സംസ്കൃതം, 3ാമത്തെ മലയാളം. ഇതങ്ങനെ വന്നിരുന്നതാണ്. ഈ 3ാമത്തെ ഇതും കഴിഞ്ഞിട്ട് അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ലെക്ചറായിട്ട് കയറാനായിട്ടുള്ള താല്പര്യത്തിൽ നിൽക്കുകയാണ്. ആദ്യം ഒരു സ്കൂളിൽ കയറി, അത് വിട്ടു യൂണിവേഴ്സിറ്റി കോളേജിൽ കയറാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഉള്ളൂരിൻ്റെ അടുത്ത് നിന്ന് ടെസ്റ്റിമോണിയൽ അത്ഭുതം തോന്നുന്നു. ഞാൻ ജനിക്കുന്നതിന് എത്രയോ കൊല്ലത്തിന് മുമ്പാണ്. അത് പൊടിഞ്ഞു പോയെങ്കിലും അതിപ്പോഴും ആ കത്ത് ഇപ്പോഴും ഉണ്ട്. ഉള്ളൂരിൻ്റെ കവിതയെപ്പോലെ പ്രയാസമാണ്, അതിനേക്കാളും പ്രയാസമാണ് കയ്യെഴുത്ത്. അതിൽ അദ്ദേഹം എഴുതിയ 2-3 വരികൾ, ഒന്ന് പീഠഭൂമികൾ ഉയർന്നതായിരിക്കുമ്പോൾ ശൈലതുംഗങ്ങൾ സാമാന്യഗതിയിൽ കാണാൻ പ്രയാസമാണ്. പക്ഷേ ഉത്തുംഗമായ ഒരു കൊടുമുടി ഉണ്ടെങ്കിൽ അത് കാണാൻ എവിടെ നിന്നാലും എളുപ്പമാണ്. അതാണ് കുഞ്ഞൻപിള്ളയുടെ സ്ഥിതി. അത് ഇംഗ്ലീഷ് തന്നെ എഴുതണം, സുന്ദരമായിട്ട് ഇംഗ്ലീഷ് എന്നാണ്. It is difficult at best to discern a peak when the highland is so elevated, and even then
A peak of more than normal height must be easily susceptible for perception, and that I am glad to state that is the position of Mr. Kunjan Pillai as a young man. പിന്നെ കുറേ എഴുതിയിട്ടുണ്ട്. ഇതും കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ കുറച്ച് നാൾ അധ്യാപകനായിരുന്നു. വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അത്ര സുഖമല്ലാത്തൊരു ഡിസിഷൻ ആ അധ്യാപനം ഞാൻ അധ്യാപകനായിരുന്നു. എന്നെ പിടിച്ച് പ്രിൻസിപ്പലൊക്കെ ആകാൻ നോക്കി, എനിക്ക് പ്രാണനം കൊണ്ട് അവിടെ നിന്ന് കടന്ന പാർട്ടിയാണ്. പഠിപ്പിക്കുകയായിരുന്നു. പഠിപ്പിക്കുന്നതിന് ഒരുപാട് ഗുണമുണ്ട്. അതേ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച കാലത്ത് ഈ കഥ പിന്നെ പറയുന്ന എൻ്റെ ചങ്ങാതിയായി മാറിയ എൻ്റെ ഗുരുസ്ഥാനീയനായ ഗുപ്തൻ നായർ സാറാണ്. സാറിൻ്റെ ക്ലാസ്മേറ്റാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയും അച്ഛനും ജനിച്ചത് ഒരേ കൊല്ലമാണ്, 1911. അന്ന് അച്ഛൻ അവിടുത്തെ സാറും ചങ്ങമ്പുഴ അവിടുത്തെ സ്റ്റുഡൻറ്റും. ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് തന്നെ, ഒരാഴ്ച കഴിഞ്ഞ് തന്നെ ഗുപ്തൻ നായർ സാറിനോട് പറഞ്ഞു, അവരിനി പോവാ, നമുക്ക് ഇങ്ങനെ ഒന്ന് കാണണം. ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, നമ്മൾ ഒരേ കൊല്ലം ആണ് ജനിച്ചതെന്നാണ് അറിവ്, ഒരേ പ്രായക്കാരാണ്, അദ്ദേഹം സാറും ഞാൻ ശിഷ്യനുമാണ്. എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ. എൻ്റെ കയ്യിലിരിക്കുന്ന ശ്മശാന ദീപം എന്നുള്ള പുസ്തകമാണ്, സുന്ദരൻ കവിത. ഈ സ്വാമിയുടെ പാട്ടിൽപ്പെട്ടായിരിക്കണം അത് കളഞ്ഞിട്ട് ചരിത്രവും ഈ സാഹിത്യത്തിലേക്കൊക്കെ മാറിയതല്ലേ. സത്യമാണ്. എന്നുവെച്ചാൽ ഉള്ളൂരില്ലായിരുന്നെങ്കിൽ കവിയായിട്ട് തുടരുമായിരുന്ന ഒരാൾ. ഇതും കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ചാടാൻ കാര്യം, അന്ന് ഈ സംസ്കൃതം ഈ ഭാഷയും പഠിച്ചു എന്നുള്ളതല്ല, ചരിത്രം പഠിക്കാനായിട്ട്, കേരള ചരിത്രം എഴുതാനായിട്ട് അന്ന് തന്നെ ഉദ്ധതൻ എന്ന് പരക്കെ പേര് കേട്ട, വേറൊരു പേരിലാണ് അദ്ദേഹം അറിഞ്ഞിരുന്നത്, പക്ഷേ ഉദ്ധതൻ എന്നുള്ള പേരിലിട്ട സദസ് ദലക TK വേലുപ്പിള്ള സാറാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എഴുതുന്നത്. അതിന് മുമ്പ് നാഗമയ്യ എഴുതിയിട്ടുണ്ട്, ബാക്കി പലരും എഴുതിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് മാനുവൽ 2nd വോളിയം, അതാണ് അതിൽ ഏറ്റവും വലുത്. അത് മുഴുവനും ചരിത്രമാണ്. ഈ ചരിത്രം എഴുതാൻ ഇതേ ഏൽപ്പിച്ചത് അച്ഛനെയാണ്. അന്ന് ഈ മതിലകം ചുരുണകൾ മാത്രമല്ല, അറക്കൽ ബീവിയുടെ എവിടെയും കൊച്ചി രാജവംശത്തും മറ്റേ കോഴിക്കോടും ഉള്ള സകല ഇവിടെ വന്ന വിദേശ ട്രാവലേഴ്സിനെയൊക്കെ കൂടെ നോക്കിയിട്ടാണ് ആ 2nd വോളിയൂമിലെ ചരിത്രം എഴുതുന്നത്. നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉമയമ്മ റാണിക്ക് മക്കളുണ്ടായിരുന്നു, 5 മക്കളെ എല്ലാവരെയും കൊന്നു എന്നെല്ലാം ഉള്ള കഥ വെറും കെട്ടുകഥയാണ് അന്നൊക്കെ. അങ്ങനെയാണ് സ്റ്റേറ്റ് മാനുവൽ എഴുതി വെച്ച് തന്നെ. മൈൻഡ് വന്ന രാജഭരണമാണ്. ഇതെല്ലാം കൂടെ കൈ കിട്ടി തന്നെ അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ നിശ്ചയിച്ചു, ഇത് പ്രസിദ്ധീകരിക്കേണ്ട, അതിൽ കുറഞ്ഞ സ്റ്റേറ്റ് മാനുവലൊക്കെ മതി. അവസാനം ഇടപെട്ടത് ഉള്ളൂർ സ്വാമിയാണ്. CP രാമസ്വാമി അയ്യർ ഉള്ളൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു പണ്ഡിത സഭയെ വച്ചു. അവർ നോക്കിക്കഴിഞ്ഞതിന് ശേഷം, അവർ സമ്മതിച്ചതിന് ശേഷം സ്റ്റേറ്റ് മാനുവൽ ഇറങ്ങി. TK വേലുപ്പിള്ള സാറ് അന്ന് എഴുതിയ കത്തുകൾ 2 ഉള്ളൂരിൻ്റെ കത്ത് പോലെ ഇന്നും എൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഇതും കഴിഞ്ഞിട്ട് അന്ന് ഈ സെക്രട്ടേറിയറ്റിൽ കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്ലാർക്കിൻ്റെ ലെവലിലേക്ക് കയറാനൊക്കെ ഉള്ളൂ. അത് എത്രയോ നാൾ കഴിഞ്ഞാൽ സൂപ്രണ്ടാകാനൊക്കെ ഉള്ളൂ. സൂപ്രണ്ട് ലെവലിലാകാനൊക്കെ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് സൂപ്രണ്ടാണ്. CP രാമസ്വാമിയർ അന്നത്തെ കോലാഹലത്തിന് ബദലായിട്ട് മറുപടി പറഞ്ഞു, ഞാൻ നേരിട്ടാണ് ഇദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്തത് എന്ന് പറയേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റ് കാലം
ശരിക്കും പറയുകയാണെങ്കിൽ സുന്ദരമായിരുന്നു. അന്ന് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റുകൾ ഒരുമിച്ചാക്കുന്നതിൽ ഏറ്റവും പ്രയാസം അവരുടെ സാറന്മാരുടെ സർവീസ് ഏകീകരണമായിരുന്നു. നടക്കാത്ത പണിയായിരുന്നു. നടത്തിക്കൊടുത്തു. അവസാനം വന്ന ഞാൻ കഥ കുറേ ഇത് ചെയ്യുന്നു. ഈ കുറച്ച് കഴിഞ്ഞ് തന്നെ മലയാളം ലെക്സിക്കിനെ കുറിച്ചൊരു വല്ലാത്ത ഒരു ചർച്ച തുടങ്ങി. സർപ്രൈസിംഗ്ലി ഞാൻ നേരത്തെ പറഞ്ഞ സഹൃദയ എന്നുള്ള ഉള്ളൂരടങ്ങുന്ന ആ സമിതിയിൽ വേ ബാക്ക് ഇൻ 1938 or 39, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാണ്. പക്ഷേ ആ സഹൃദയ വോളിയം മുഴുവൻ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. വന്നേക്കാവുന്ന ഒരു നിഘണ്ടു എങ്ങനെയായിരിക്കണം എന്നൊരു പ്ലാന് അന്ന് പറഞ്ഞു വെച്ച് അന്ന് എഴുതിയത് അദ്ദേഹമായിരുന്നു. 1938 സഹൃദയ തപ്പിയെടുക്കണം എവിടുന്നെങ്കിലും. ഈ ഫയൽ പുട്ടപ്പ് ചെയ്യാൻ പറഞ്ഞത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. ഗോവിന്ദമേനോൻ്റെ അടുത്ത് ഈ പേപ്പർ അച്ഛനാണ് എഴുതി കൊടുത്തത്. ആരെ സജസ്റ്റ് ചെയ്യണം. ഒരു 3-4 പേരുടെ പേരും ഒക്കെ ആയിട്ട് പോയി. പനമ്പള്ളിയുടെ നോട്ട് അതിൻ്റെ താഴെ വന്നത് ദി അസിസ്റ്റൻറ്റ് സെക്രട്ടറി മേ കൈൻഡ്ലി മീറ്റ് മീ അർജൻ്റ്ലി ടുഡേ എന്ന് മാത്രമാണ്. ചെന്നു കഴിഞ്ഞെന്നെ സാമാന്യഗതിയിൽ പനമ്പള്ളി ആരോടും അങ്ങനെ ഇരിക്കാനൊന്നും പറയില്ല. അതെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഇരുത്തി. നിങ്ങളയച്ച മറ്റേ നോട്ടെല്ലാം കണ്ടു. നന്നാ. പക്ഷേ ഈ ലെക്സിക്കൻ പ്രോജക്റ്റ് എടുക്കണം, ഞങ്ങൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തന്നെ എടുത്തേ പറ്റുള്ളൂ. ഈ ലിസ്റ്റൊക്കെ മറന്നുകളാണ്. ഐദർ യു ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ് അപ്പ് ഓർ വി ആർ ഗോയിങ് ടു ഡ്രോപ്പ് ഇറ്റ്. ഒന്നുകിൽ നിങ്ങൾ എടുക്കുക, അല്ല നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഞാനൊരു ഉറപ്പ് തരുന്നു, വാക്കാലല്ല ഓർഡറിലും കാണും. ഇവിടെയുള്ള ഒരു സർവീസ് പ്രശ്നങ്ങളും നാശവും നിങ്ങൾക്കുണ്ടാകില്ല. യൂണിവേഴ്സിറ്റി പോകാം. ലെക്സിക്കൻ പ്രോജക്റ്റ് അങ്ങോട്ട് കയറി തന്നെ ഇന്നഗെയിൻ വിശ്വസിക്കാനൊക്കെയില്ല. എവിടെയാണ് പോകുന്നതെന്നോ ആരൊക്കെയാണ് സ്റ്റാഫെന്നോ ഒരു രൂപ ഒരാൾ. കൂട്ടത്തിൽ 2-3 ജോലിയൂടെ വെച്ച് കൊടുത്തു. ഓണററി ഡയറക്ടർ ഓഫ് ദി മാൻസ്ക്രിപ്റ്റ്സ് ലൈബ്രറി. അന്ന് അവിടെ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു. അതും വേറെ 2-3 എണ്ണം കൂടി. ഇന്നവിടെ ഇല്ല, ആ സ്ഥലമില്ല, അത് മാറി. ലെക്സിക്കിന് വേണ്ടി ഒരു വിങ് ഉണ്ടാക്കിയ സെക്രട്ടേറിയറ്റിലുണ്ട്. ഈ ഭരണപരിചയം ഒരുപാടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അടുത്ത ലെവലിലേക്ക് പോയി അന്നത്തെ ലെവലിൽ കുറച്ച് സർവീസിൽ നിന്ന് വരുന്നവരെ എസിലേക്ക് കയറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടാണ് പോയത്. ഇതും കഴിഞ്ഞ് ലെക്സിക്കൻ ഉണ്ടാക്കി. ലെക്സിക്കൻ 1ാം വോളിയം ഇറങ്ങി തന്നെ ആസ് യൂഷ്വൽ ഇദ്ദേഹം വളരെ ഭവ്യമായി നടക്കുന്ന മനുഷ്യനാണ്. അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന സാമുവൽ മത്തായിയെ കൊണ്ട് അത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു, ഇത് നല്ലൊരു ഇടപാടായിരുന്നു, നല്ല ആൾക്കാരെ കൊണ്ടെങ്ങാനും അത് റിലീസ് ചെയ്താൽ മതിയായിരുന്നു. ഒന്നും വേണ്ടിയില്ല. 2nd വോളിയം ഇറങ്ങുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 60 വയസ്സായി. ബാക്കിയുള്ള കഥ ഞാൻ പറയാതെ വിടുന്നു. കാര്യം 60 വയസ്സിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാതെ ഇരുന്നിരുന്നു എങ്കിൽ ഒരു 5 കൊല്ലത്തിനകം ആ ലെക്സിക്കൻ മുഴുവനും പുറത്തു വരുമായിരുന്നു. അന്ന് അതിന് ഞാൻ ഒരു പേഴ്സണൽ ദൃക്സാക്ഷിയാണ്. കാര്യം അച്ഛൻ്റെ പ്രിയപ്പെട്ട ഡ്രൈവർ ഞാൻ കൂടിയായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് കാറിന് ഡ്രൈവറൊക്കെ ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങൾ തീറ്റിപ്പോറ്റി അദ്ദേഹത്തിനെ കണ്ടിന്യൂ ചെയ്തേ ഉള്ളൂ. പക്ഷേ അച്ഛന് ഞാൻ ഓടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന വിടുന്നതെല്ലാം എൻ്റെ ജോലി. അപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറായി കഴിഞ്ഞു. അങ്ങനെ വന്നിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ലെക്സിക്കൻ്റെ എൻ്റെ വക്ക അതിൻ്റെ പൂർണ്ണമായ സാധനം ഞാൻ പറയാം. ഒരു കാര്യം പറയാൻ പറ്റുമോ? അതിപ്പം തന്നെ പറയാം. ലെക്സിക്കിൻ്റെ പൂർണ്ണമായ വർക്ക് മുഴുവനും
തീർത്ത് കഴിഞ്ഞ് വച്ചിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. അന്ന് കൊടുത്ത മറുപടി, ഇതിന് വേണ്ടത് അതിഗഹനമായ പാണ്ഡിത്യമുള്ള ആരെങ്കിലും ഇല്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന്. അവസാനം ഇപ്പോൾ 50 കൊല്ലം കഴിഞ്ഞു, ആ പ്രോജക്റ്റ് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, നന്നായി വരട്ടെ. ഈ പണ്ടാരോ പറഞ്ഞ പോലെ, ഭവഭൂതി പറഞ്ഞ പോലെ, എനിക്ക് തുല്യനായിട്ട് ആരെങ്കിലും ഒരാൾ വരും എന്നെങ്കിലും. ഉൽപ്പത്സത്തെ മമത്ത് കോപി സമാനധർമ്മ കാലോഹ്യം നിരവധി വിപുലാച്ച പൃഥ്വി എന്നാണ്. അതായത് കാലം ഒരുപാട് വിപുലമാണ്, ഭൂമി ഒരുപാട് വരുന്നതാണ്. ആരെങ്കിലും വരും, അതുപോലെ വരുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ ഉള്ളവരാരെങ്കിലും ചെയ്യുമായിരിക്കും. വരട്ടെ എന്ന് താല്പര്യം. ഇതുവരെ പബ്ലിഷ് ചെയ്ത വർക്ക് മുഴുവനും ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛൻ്റെ ആദ്യത്തെ 2 വോളിയം അടക്കം. ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി, ഒരു കഥ കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ്. വിശ്വസിക്കാൻ തരാൻ പ്രയാസമാണ്. ഈ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി കാലത്ത് ഒരു സർവീസുകാരൻ എന്നുള്ളതിൽ ഉപരി അന്ന് പബ്ലിഷ് ചെയ്ത 2 പുസ്തകം മലയാളം MA പഠിച്ചിട്ടുള്ള എല്ലാവരും പണ്ട് പഠിച്ചിരുന്നു, ഇപ്പോൾ പഠിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂട്ടാ. ഉണ്ണുനീലി സന്ദേശവും ലീലാതിലകവും ഉണ്ടായിരിക്കും ഇല്ലേ? അതോ 1-2 ചാപ്റ്റർ കാണില്ലേ? എൻ്റെ കഷ്ടിച്ച് സംശയമാണ്. എനിവേ, ഈ ഉണ്ണുനീലി സന്ദേശവും ലീലാതിലകവും അപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത്. അത് ഉണ്ടാക്കിവിട്ട കോവിളക്കം അന്ന് വിശ്വസിക്കാൻ ശകലം പ്രയാസമായിരുന്നു. പക്ഷെ സത്യം, അത് ഒരുപാട് ഇതുണ്ടാക്കി. അന്ന് 2 പേര് 3 പേരാണ് ഉണ്ണുനീലിയെ തിരക്കി കടുത്തുരുത്തിയിലേക്ക് പോയത്. ഒന്ന് അച്ഛൻ, രണ്ടാമത്തെ എളംകുളം കുഞ്ഞമ്പിള്ള സാറ്, മൂന്നാമത്തെ പപ്പുള്ള ഹിസ്റ്ററി ഓഫ് മെഡിസിൻ്റെ പ്രൊഫസർ ഓഫ് ഹിസ്റ്ററി. അപ്പോൾ ബാറ്റിൽ അങ്ങോട്ട് പോയി സുഹൃത്തുക്കളായി പോയ 2 പേര് തിരിച്ച് ബദ്ധവൈരികളായിട്ട് വന്നു എന്നുള്ളതും സത്യം. 2 പേരുടെയും പേര് ഒന്ന് തന്നെയായിരുന്നു, PN കുഞ്ഞൻപിള്ള. സ്ഥലം മാത്രമേ വ്യത്യാസമുള്ളൂ, ഒരാൾ എളംകുളം, മറ്റേത് ശൂരനാട്. ഈ ഉണ്ണുനീലി സന്ദേശം പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം, ഈ 2 പേരും കൂടി കൂട്ടിച്ചേർത്ത് പഠിച്ചേ ആവൂ ഇല്ലേ? അന്ന് വേണം. ഈ എളംകുളത്തിന് ഏറ്റവും വലിയൊരു ഗുണമുണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എളംകുളത്തിന് അന്ന് MAക്ക് പഠിച്ചുകൊണ്ടിരുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. അതിൽ ഒരാൾ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സേനാനി എളംകുളത്തിൻ്റെ. എത്രയോ കൊല്ലം കഴിഞ്ഞ് അച്ഛൻ്റെ 70ാം പിറന്നാൾ അറിഞ്ഞുകൊണ്ട് എൻ്റെ കസിൻ പ്രൊഫസർ ഗോപാലകൃഷ്ണപിള്ള, അദ്ദേഹം ദേവസ്വം ബോർഡ് കോളേജിൽ മലയാളം പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു എളംകുളത്തിൻ്റെ സേനാനിയായ ഒരാളുടെ ഗുരു. നേരെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ വാ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരുപാട് പാതകങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ആകെ നിസ്സാരം. നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ എൻ്റെ കവിത എഴുതിത്തരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം, നാളെ മറ്റന്നാളെ വന്നു കഴിഞ്ഞാൽ തീർത്തു തരാം. ആദ്യം എഴുതിയ മലയാളത്തിലാണ്. എന്നിട്ട് ഗോപാലകൃഷ്ണപിള്ള ചേട്ടൻ ചെന്നറിനെ പറഞ്ഞു, എടാ അത് മലയാളത്തിൽ എഴുതിയാൽ പോരാ, സംസ്കൃതം തന്നെ വേണം. അത് എഴുതിയത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വരികൾ തുടങ്ങുന്നതാണ്: തദീയ വാത്സല്യ രസാഭിഷേകം തദീയ വാക്താര തരംഗമജ്ജനം ഇതാം മേ അസ്തു ജലം നിരന്തരം എന്നൊരു പ്രാർത്ഥനയായിട്ട് ഉള്ള ദീർഘമായൊരിതാണ്. അതിൻ്റെ പൂർണ്ണ ടെക്സ്റ്റ് ഇപ്പോഴും ഗോപാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പതാരത്തുള്ള ശൂരനാട്ട് കുഞ്ഞൻപിള്ള ലൈബ്രറിയിൽ പൂർണ്ണമായിട്ടത് ഫ്രെയിം ചെയ്ത് വച്ചിട്ടുണ്ട്. ഞാൻ നിർത്തുന്നു. അച്ഛൻ എന്നുള്ള രീതിയിൽ അല്ലാതെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ കേരള യൂണിവേഴ്സിറ്റി ആകപ്പാടെ എന്തെങ്കിലും അങ്ങ് പൂർണ്ണമായി പോവുകയാണെങ്കിലും
അവർ പ്രസിദ്ധീകരിച്ച 2 എക്കാലവും നിലനിൽക്കും. അത് മലയാളത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ മൊത്തം വരുന്ന 1 ലെക്സിക്കൻ നമ്പർ 1, 2 സ്വാമിയുടെ ഉള്ളൂർ സ്വാമിയുടെ കേരള സാഹിത്യ ചരിത്രം. തീർച്ചയായും കാര്യം അദ്ദേഹത്തിന് സ്മാരകങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, ഇന്നുണ്ടാകുന്നു, നാളെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് പലതവണ കേട്ടു, ഒന്നും കണ്ടില്ല. ഈ സ്മാരകം എൻ്റെ ചങ്ങാതിയായിരുന്ന ONV പറഞ്ഞതുപോലെ ഈ താമ്രഫലകങ്ങളെല്ലാം എന്താണ് കരിമണടിച്ച എൻ്റെ കറുത്തൊക്കെ പോവും, താളുകളെല്ലാം ചെതലരിച്ചു പോകും. പക്ഷേ ഈ ലെക്സിക്കൻ എന്നൊരു പ്രോജക്റ്റ് മലയാളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വയസ്സുകാലത്ത് ഇത്രയും പറയണമെന്ന് ഞാൻ കരുതിയതല്ല. ഇനിയൊരവസരം കിട്ടുമോ എന്നൊരു സംശയമുള്ളതുകൊണ്ട് അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. പരമ സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളെല്ലാം കൂടി, ഞങ്ങളുടെ അടുത്ത തലമുറകളെല്ലാം കൂടി ഞാൻ 2 തവണ നോക്കിയതാണ്. ആ 2 തവണ 1-2 തവണ കഴിഞ്ഞാൽ അത് മുടങ്ങിപ്പോയി. അതുകൊണ്ട് അവരത് കണ്ടിന്യൂ ചെയ്യുന്ന നിശ്ചയമുണ്ട്. അവർ തിരഞ്ഞെടുക്കുന്ന ഓരോ ആൾക്കാരും, പ്രഭാഷണം തിരഞ്ഞെടുക്കുന്ന ഓരോ ആൾക്കാരും അത്യധികം അവരുടേതായ സംഭാവനകളും മുദ്രകളും പതിപ്പിച്ചവരാണ്. ശ്രീ ജയകുമാറിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സന്തോഷം ഡോക്ടർ ജോർജ് ഓണക്കൂറിനോടും. ഇനി ഞാൻ എന്താ പറയേണ്ടതെന്നറിയില്ല. നന്ദി, നമസ്കാരം.